ഞാൻ ദീപായസ് പണിക്കർ. ഇവിടെ സഹദേവ മന്ദിരത്തിലാണ്, ഭരണിക്കാവ് വില്ലേജ്, പിന്നെ പള്ളിക്കൽ നടുവിലെ മുറി. ഇത് വാർഡ് നമ്പർ 1 ആണ്. എൻ്റെ ഹൗസ് നമ്പർ എന്ന് പറയുമ്പോൾ 89. ഇത് 323 നമ്പർ SNDPയുടെ തൊട്ടടുത്ത വീടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 323 നമ്പർ SNDPയുടെ കിഴക്കേ സൈഡിൽ രണ്ടാമത്തെ വീട്. ഒരെണ്ണം ആദ്യത്തെ വീടെന്ന് പറഞ്ഞാൽ അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഇതാണ് ആദ്യത്തെ വീട്, ആൾതാമസമുള്ള ആദ്യത്തെ വീട്. ഞാനും എൻ്റെ അമ്മയുമാണ്. എൻ്റെ അമ്മയുടെ പേരിലാണ് ഈ വീട്, ഞങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഒരു ഡ്രാമ നടന്ന് ഈ കൊച്ചിരവി എന്ന് പറയുന്നവനെ സാറമ്മേന്ന് വന്ന് ഒരു കള്ളനുണ്ട്, ഭയങ്കര ഒരു കള്ളുകൂടിയൻ. അവന് കള്ളുമൊക്കെ വാങ്ങിച്ചു കുടിച്ച് ഇവിടെ കൊടുത്തിട്ട് ഡ്രാമ കളിക്കാനായിട്ട് ഇവൻ വരും. ആരാണ്ട് ഇവിടെ വരുന്നെന്നുള്ള ഡ്രാമകൾ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടൻ എന്ന് പറയുന്നവൻ, ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഒരു ബാഗൊക്കെ തൂക്കി ഇങ്ങനെ അങ്ങ് പടിഞ്ഞാട്ട് പോകുന്നത് കണ്ട്. ഇവൻ എവിടെയാണ് പോയതെന്ന് നമുക്കറിയാം. ഇവനിങ്ങനെ ഡ്രാമ കാണിച്ചുകൊണ്ട് പോവാണ്. ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ കള്ളൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്നലെ കുറച്ച് ഡ്രാമകളൊക്കെ നടന്നു. 2-3 ദിവസം മുന്നേ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവൾ രാജമ്മയെ കൊണ്ടുവന്ന് അരീക്കര കാരക്കാട് എന്ന് പറയുന്ന വീട്ടിൽ വിട്ട് എന്നിട്ട് അവർ ഇനി പോരണമെന്നുള്ള നിർബന്ധത്തിലൊക്കെയാണ് വിട്ടതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വിട്ടിട്ട് അവരങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാജമ്മ അവരെ കാരക്കാട്ട് ഒന്ന് ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തളം കന്യകയെ ചെന്ന് അവിടെ ഇരുന്നപ്പം ഇങ്ങോട്ട് വിളിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിറക്കി വിട്ടു, ഇനി പോകാൻ ഇടവില്ല, ഇപ്പം തൃശ്ശൂർ പോകാൻ ഇടവില്ല, ഇപ്പം ഇങ്ങോട്ട് വിളിക്കുമെന്ന് ചോദിച്ചോണ്ടല്ലോ രീതിയിലാണ് എൻ്റെ അമ്മ. ഞാൻ പറഞ്ഞു ഇവിടെ കയറ്റത്തില്ലെന്ന് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. അങ്ങനെ അവസാനം അവൾ രാജമ്മയെന്ന് പറയുന്ന കള്ളി തിരിച്ച് തൃശ്ശൂർ തന്നെ പോയി. ഇവളുടെ ഡ്രാമയെന്ന് പറഞ്ഞാൽ ഇവൾ ഇങ്ങോട്ട് വരുന്നത് ആരാണ്ട് ഇവിടെ വന്നു, ആണുങ്ങളാരാണ്ട് വരുന്നു എന്നുള്ള രീതിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇവളിവിടെ വരാൻ തുടങ്ങിയത്. ഇവളുടെ അങ്ങനത്തെ ഭയങ്കര ഡ്രാമകളാണ് ഇവൾ നടത്തുന്നത്. ഇവിടെ ഒന്നും ഒരാളും വന്നിട്ടില്ല. ഞങ്ങൾ ഫുള്ള് വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും ഒരവനുമില്ല. നമ്മളാരെയും ഇവിടോട്ട് ക്ഷണിച്ച് വരുത്തുന്നുമില്ല, ഒന്നുമില്ല. നമുക്ക് ഇവന്മാരെ ഒന്നും ഒട്ടറിയത്തുമില്ല. ഇവന്മാരിങ്ങനെ ഡ്രാമകളാണ് നടത്തുന്നത്. ഞാൻ എൻ്റെ വീട്ടിലാണ്, ഇതാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഒരവനുമായിട്ട് ഒരു ബന്ധമില്ല. ഭയങ്കര കള്ളക്കഥകളാണ് ഇവന്മാർ നടത്തുന്നത് നമ്മളെ കൊണ്ട്. ഇതെല്ലാം പോലീസിന് ഞാൻ എഴുതി കൊടുക്കും. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് പണ്ടും ഇതുപോലെ തന്നെ കുറേ കഥകളൊക്കെ ഉണ്ടാക്കി അവൻ്റെ മോനെ ഈ വഴിയെ കൂടെ നടത്തിയിട്ട് അവൻ ഇങ്ങോട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഏതോ ഒരു കുള്ളൻ ഇങ്ങോട്ട് വരുന്നത്. ഈ കുള്ളനെയൊന്നും നമുക്കറിയത്തില്ല. ഈ കുള്ളൻ ഏതാണെന്നും ഒന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു കുള്ളനെ ഒട്ട് എനിക്ക് അറിയത്തുമില്ല. ഒരു കുള്ളന്മാരെയും കെട്ടാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഇവന്മാരിങ്ങനെ കഥകളങ്ങ് ഉണ്ടാക്കും. ഏത് കുള്ളനാണെന്ന് അറിയത്തില്ല. ഏതോ കുറച്ച് കുള്ളന്മാരൊക്കെ ഉണ്ട്. എറണാകുളത്തൊക്കെ കുറേ കുള്ളന്മാരുണ്ട്. അവന്മാരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഏതോ നമുക്ക് അറിയാൻ വയ്യാത്ത കുറേ കുള്ളന്മാർ. ഇവനെയൊന്നും എടുക്കുന്ന സൈസല്ല നമ്മൾ.